ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മണി 11 ഇപ്പം തീർത്ഥൻ വാലിയിലാണ്. എക്സാക്ട് ലൊക്കേഷൻ കുഷൈനി. ഇത് നല്ലൊരു സൈലൻറ്റ് ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ സമയം ചെലവഴിക്കാനായിട്ട് പറ്റിയ സ്ഥലം. ടൂറിസ്റ്റുകളുടെ യാതൊരു വിധത്തിലുള്ള അതിപ്രസരം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് ഇപ്പോൾ ഓഫ് സീസണാണ്. നോർമലി ഇതെല്ലാം ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേയ്സും പിന്നെ കഫേസൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ റോഡ് മഴയ്ക്ക് ശേഷം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് വല്ലാത്ത പരുവത്തിൽ കിടക്കുകയാണ്. ടുഡേയ്സ് പ്ലാൻ ഈസ് ടു ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നലെ വെളുപ്പിന് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 467 കിലോമീറ്റേഴ്സ് ഓടിച്ചാണ് ഇവിടെ വരെ എത്തിയത്. റോഡ് ശരിക്കും വല്ലാത്ത കഷ്ടമായിരുന്നു. റോഡ് ഭയങ്കര മോശമാണ്. പക്ഷേ വർത്ത് കമ്മിങ്. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഈ ഇവിടുന്ന് ജലോറി പാസ് വരെ പോവുകയാണ്. ജലോറി പാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് ആണ്. അതിൻ്റെ 10,000 ഫീറ്റ് മേളിലാണ്. ഐ ആം ഓൺ മൈ വേ ടു ജലോറി പാസ്. ജലോറി പാസ്, ജിബി ഇതെല്ലാം അടുത്തടുത്താണ്. പടുകൂറ്റൻ മല, ഹ്യൂജ് മൗണ്ടൻ ക്ലാഡ്. ഹിമാചൽ ഒരു സംഭവം. ഹിമാചൽ പ്രദേശ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ലുക്ക് അറ്റ് ദാറ്റ് മൗണ്ടൻ. 6 മണി 5:30 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം ഇരുട്ടിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇന്നലെ ഈ വഴിയെല്ലാം വന്നപ്പം ഇരുട്ടായിരുന്നു, അതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. നല്ല രസമുണ്ട് കാണാൻ. കംപ്ലീറ്റ് പൈൻ ട്രീസ് ആണ് ഈ കാണുന്നത്. ബ്യൂട്ടിഫുൾ. ഇതിൻ്റെയൊക്കെ മേളിൽ ആളുകൾ താമസം ഉണ്ടെന്നുള്ളതാണ്. പലയിടത്തും വീടുകളൊക്കെ കാണാം. നാരോ റോഡ്സ്. റോഡ് വളരെ മോശമാണ്. ഈ റോഡ് ഇന്നലെ രാത്രി വൈകുന്നേരം ഇരുട്ടിയപ്പോൾ എങ്ങനെ ഇറക്കിക്കൊണ്ട് വന്നതുണ്ടോ ഞാൻ. ഈ റോഡുകളിൽ നീഞ്ച 300 കൊണ്ട് പോകുമെന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ല, ഓടിപ്പോവും. പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലും കട്ടയൊക്കെ പൊങ്ങി നിൽക്കാറുണ്ടെങ്കിൽ അടി തട്ടിക്കഴിഞ്ഞാൽ ഓയിൽ സീല് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. തീരും അവളെ യാത്ര. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൊണ്ടുപോകാൻ. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അതർവൈസ് ബൈക്ക് അടിപൊളിയാണ്. ഭയങ്കര റെസ്പോൺസീവായിട്ടുള്ള എൻജിനാണ്. വെരി ഗുഡ്. ബട്ട് ഇങ്ങനെയുള്ള റോഡുകളിൽ ഇറ്റ്സ് റിയലി ടഫ്. ഭയങ്കര സ്ലിപ്പറിയാണ്. ചാലഞ്ചിങ്, ആബ്സല്യൂട്ട്ലി ചാലഞ്ചിങ്. പക്ഷേ അതാണല്ലോ അതിൻ്റെ രസം. ലൈഫ് ചലഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ലൈഫ്? പാരലൽ ട്വിൻ്റെ ആ ഒരു എൻജിൻ പെർഫോമൻസ് ഒരിക്കലും ഒരു സിംഗിൾ സിലിണ്ടറിൽ കിട്ടില്ല. സിംഗിൾ സിലിണ്ടർ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു പാരലൽ ട്വിൻ്റെ ആ ഒരു ട്വിൻ എൻജിൻ്റെ ട്വിൻ സിലിണ്ടറിൻ്റെ ആ ഒരു പെർഫോമൻസ്
സിംഗിൾ സിലിണ്ടർ എൻജിനിലില്ല. അതിന് എത്ര ഓവർ സ്ക്വയർ എൻജിനായാലും ക്യൂബിക് കപ്പാസിറ്റി കൂടുതലുള്ള സിംഗിൾ സിലിണ്ടർ ആണെങ്കിലും ട്വിൻ സിലിണ്ടറിൻ്റെ പെർഫോമൻസിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം മാർക്കറ്റിൽ ഇതിനേക്കാളും പവറും BHP കൂടിയൊക്കെ ഒരുപാട് മോഡലുകൾ അവൈലബിൾ ആണ്. ഈവൻ ബജാജിൻ്റെ പൾസറിന് പോലും ഇപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എന്താ പറയുക കമ്പയറബിൾ ആയിട്ടുള്ള BHP ഒക്കെ ഉണ്ട്. പക്ഷേ യു കാൺ കമ്പയർ ദ സെയിം വിത്ത് ട്വിൻ സിലിണ്ടർ. ട്വിൻ സിലിണ്ടറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ട്വിൻ സിലിണ്ടർ എൻജിൻസ് വേറെ ലെവലാണ്. ഇത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. ഇത് എങ്ങനെ ഇറങ്ങുമല്ലോ, മൊത്തം തെന്നി കിടക്കുക. ചലഞ്ചിങ്ങാണ്. ബ്രേക്ക് പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഇറങ്ങി താഴോട്ട് വരുന്നത്. ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തെന്നും. ഹിമാചലിൻ്റെ ബസ് ഇറങ്ങിയതുണ്ട്, അവനെ കയറ്റി വിടാം. ഇനി അവൻ എനിക്ക് പണി തരും. ബ്രേക്സ് നല്ല റെസ്പോൺസീവാണ്. ABS ആണ്, ആവശ്യമില്ലാതെ കയറി ലോക്കാവുന്നൊന്നുമില്ല. അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ നോക്കിയും കണ്ട് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പോകും, കയ്യിൽ പോകും. എപ്പോൾ ഓട്ടി തന്നെ വേണമെന്ന് ചോദിച്ചാൽ റോഡ് നല്ല സുത്തരം. भैया पेट्रोल पंप किधर है? 5 किलोमीटर आगे. അതാ അവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കാണാം. ഫൈനലി പെട്രോൾ പമ്പ് കിട്ടി. ആശ്വാസമായി. ഈ ബാങ്ക് ഇതിനകത്തുണ്ട് പെട്രോൾ. എന്നാലും നമ്മളൊരു പരിചയമുള്ള സ്ഥലത്ത് വന്നിട്ട് പെട്രോളിൻ്റെ ആങ്സൈറ്റി വേണ്ട. പെട്രോൾ അടിച്ചു. ഈ പെട്രോൾ അടിച്ച സ്ഥലത്തിൻ്റെ പേര് മാംഗ്ലൂർ എന്നാണ്. അപ്പോൾ നമ്മുടെ മാംഗ്ലൂർ ഇവിടെയുണ്ട്. അത് മാംഗലാപുരം, മാംഗ്ലൂർ, ഇത് മാംഗ്ലൂർ. ഇനി ഒരു 27 കിലോമീറ്റർ ഉണ്ട് ജനോറി പാസ് വരെ. ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും ഞാൻ പെട്രോൾ അടിക്കാനായിട്ട് 5 കിലോമീറ്റർ താഴെ ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ അതേ കണക്ക് എപ്പോർട്ട് കയറണം. അതാ ഹിമാചലിൻ്റെ ബസ്, ഹിമാചൽ പരിവഹൻ. ഈ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളി കിടക്കുക. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് മഴയ്ക്ക് ശേഷമാണ് ഇവിടെ ഈ വർഷത്തെ മൺസൂണിൽ ഈ റോഡ് മുഴുവൻ നശിച്ചു വരും. ഇവിടെ ഒരുപാട് ഗ്രാമങ്ങൾ വരെ ഒഴിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ജീവഹാനിയൊക്കെ സംഭവിച്ച ഒരു സ്ഥലമാണ്. അതിൻ്റെ ശരിക്കും അറിയാറുണ്ട്. ഇപ്പം മൺസൂണൊക്കെ മാറി വിൻ്റർ സമയമായി. റോഡ് വളരെ മോശമാണ്. ഇവിടുത്തെ ഈ റൂട്ടിന് പറ്റിയ സാധനമാണ് എക്സ്പൾസ് പോലുള്ള ബൈക്സ്. ഇന്ത്യയും കൊണ്ടൊക്കെ പോകുന്നത് എന്നെ സമ്മതിക്കണം. എക്സ്പൾസ് ആണെന്നുണ്ടെങ്കിൽ ചാടി ഇറക്കം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റം തുടങ്ങും. റോഡ് വളരെ മോശമാണ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. വെരി ബാഡ് റോഡ്. ഓഫ് റോഡിങ്ങിൻ്റെ ഡാഡി അമ്മാതിരി ടൈപ്പ് റോഡാണ്. എക്സ്പൾസ്, ഹിമാലയൻ എന്നിവ ഇവിടെ അടിപൊളിയായിരിക്കും. നിഞ്ചയും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിഞ്ചയുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഞ്ച ഇതിനായിട്ട് ഡിസൈൻഡ് അല്ല ബൈക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പോർട്സ് ബൈക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.
സ്പോർട്സ് ബൈക്ക് ഇസ് ഓൾ അബൌട്ട് സ്പീഡിങ്, ഹാൻഡിലിങ്, ഇങ്ങനെയുള്ള ടെറൈനിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല സ്പോർട്സ് ബൈക്കിന്. അതിൻ്റേതായിട്ടുള്ള ഒരു ഡ്രോബാക്ക് നീഞ്ചയ്ക്കുണ്ട്. പക്ഷേ വെർസീസ് 300 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തകർക്കും. വെർസീസ് 300-ന് ബെറ്റർ സസ്പെൻഷൻ ഉണ്ട്, ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്. എൻജിൻ സെയിം ആണ്. ഇതിൻ്റെ എൻജിനും വെർസീസിൻ്റെ ചേസസും സസ്പെൻഷനും കിട്ടില്ല, സൂപ്പർ. വെരി പുവർ റോഡ്. ഈ സ്ട്രെച്ച് ഏതാണ്ട് 16-15 കിലോമീറ്റർ കണ്ടാണ് ഞാൻ താമസിച്ച ഗുസൈനിൽ നിന്ന് ഈ പറയുന്ന ജലോറി പാസ് വരെ. ഈ റോഡ് മുഴുവൻ പ്രശ്നമാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഔട്ട് ടണൽ, നമ്മൾ ഡൽഹി മണാലി ഹൈവേയിൽ ഔട്ട് ടണലിന് ഇപ്പുറം വെച്ചിട്ടാണ് ഈ റോഡ് തിരിയുന്നത്. അവിടെ തുടങ്ങി ഈ മൊത്തം സ്ട്രെച്ച് വെറും മോശം റോഡാണ്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡിഫിക്കൽറ്റി ഉണ്ട്. ഐ ഗസ് അങ്ങനെ ഓടിച്ച് ജിബി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ജിബി. ജിബിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് താമസിക്കാനൊക്കെ. ജിബി അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു സ്ഥലമാണ്. സോ ഫൈനലി starting from Hussaini, now I have reached GB. ഇതാണ് ജിബി. ഇവിടുന്ന് 10 കിലോമീറ്ററാണ് ജലോറി പാസ്. ഷിംല 174 കിലോമീറ്റേഴ്സ്. So I have option, either I can stay here. ഇവിടുന്ന് ഹിമാചലിൻ്റെ ബസ് ഇറങ്ങി വരുന്നുണ്ട്. ജലോറി പാസ് ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഈ റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി അങ്ങോട്ട് വമ്പൻ കയറ്റമാണ് 5 കിലോമീറ്റർ. അതുപോലെ നല്ല ബിസി ആയിട്ടുള്ള റോഡായത്. സെക്കൻഡ് ഗിയറിനൊക്കെ കയറും. റോഡ് നല്ല രീതിയിൽ മോശമായ കാരണം മടുപ്പീരുണ്ട്. ഈ ഒരു വലിയ മരം മുറിച്ച് മാറ്റി, ഓക്കുമരം. നല്ല കയറ്റമാണ്. ബൈക്ക് പയ്യെ കയറുന്നത്. ചെവിയൊക്കെ അടയുന്നുണ്ട്. ഒന്നാമത് എനിക്ക് ജലദോഷമാണ്. റോഡ് ഈ മോശമാണ്. Road is again bad, really bad.
Hats off to Ninja. ഇനിയും കയറ്റമാണ്. അത്യാവശ്യം മേളിൽ കയറി. ചുറ്റിനും പൈൻ മരങ്ങളാണ്. ഇത് പൈൻ അല്ല, ഇതിൻ്റെ പേരെന്തോ എനിക്കറിയത്തില്ല. ഓക്ക് മരങ്ങൾ. യെസ്, ഐ ഗെസ് ദിസ് ഇസ് ഓക്ക്. നല്ല ഭംഗിയാണ് കാണാൻ. ഓക്ക് മരങ്ങളും പൈനും എല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാട് ട്രക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് സോജ. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വാട്ട് എ വ്യൂ. ഇനിയും കയറാറുണ്ട്. ഇപ്പോൾ സോജ ആയിട്ടേ ഉള്ളൂ. സ്പെക്ടാക്കുലർ വ്യൂ. ജലോറി പാസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇനിയുണ്ട് കയറ്റം കയറാൻ. ഇവിടെ ഈ നദി ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. നല്ല രസമുണ്ട്. മനോഹരമായ കാഴ്ചകളാണ്. ജലോറി പാസിലാണ്. അങ്ങനെ 360 വ്യൂ പോയിന്റ് ഉണ്ട്. അത് കണ്ടിട്ട് വരാനുള്ള സമയമുണ്ട് എൻ്റെ കയ്യിൽ. സോ ഐ ആം ഓൺ മൈ വേ ടു 360 വ്യൂ പോയിന്റ്. ഇവിടെ ലേക്കുണ്ട്. അതിന് ട്രെക്ക് ചെയ്യണം. 5 കിലോമീറ്റർ ട്രെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഐ ആം ഓൾറെഡി ലേറ്റ്. അപ്പോൾ എനിക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ 360 വ്യൂ പോയിന്റ് കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അയ്യോ, ഇത് നടന്ന് കുറേ കയറാറുണ്ട്. ഓ മൈ ഗാഡ്. ഈ പോയിന്റ് വെറും 700 മീറ്ററേ ഉള്ളൂ കയറ്റം. ഇത് തന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. റിയലി ടഫ്. This shows how physically how healthy you are. Location Jalori Pass. Really tough, but I'm having a great time. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. സൂപ്പർബ്. അത്യാവശ്യം കയറ്റം കയറി മേളിലെത്തി. വാട്ട് എ വ്യൂ. ഇവിടെ അമ്പലം കാണാം. ഗ്രേറ്റ്. കയറ്റം ഇച്ചിരി കഷ്ടപ്പെട്ട് കയറിയാൽ എന്താ, ടോട്ടലി വർത്ത്. അമേസിങ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. സ്പെക്ടാക്കുലർ. ഈ
തൊട്ടടുത്ത് അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. വേറെ ലെവൽ വൈബ് കേട്ടോ, രക്ഷയില്ല. ഗ്രേറ്റ് പ്ലേസ്. ജലോറി പാസിൻ്റെ ഇവിടുന്ന് ഈ 360 വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് നടന്നേക്കുവാണ്. ഇനി ഇവിടെ അധികം സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. പ്ലാനിങ് ടു റീച്ച് നാർക്കണ്ട. ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂർ യാത്രയുണ്ട്. ദ അഡ്വാൻറ്റേജസ്, ഇനി ഈ കയറ്റം കയറി തിരിച്ച് തീർത്ഥൻ വാലിക്ക് പോകുമെന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അതിനേക്കാളും എളുപ്പം താഴെ കൂടെ ഓടി അങ്ങ് നാർക്കണ്ട പോകുന്നതായിരിക്കും. സോ ദ പ്ലാൻ ഇസ് ടു റൈറ്റ് ടിൽ നാർക്കണ്ട. അവിടെ പോയിട്ട് സ്റ്റേ അടിക്കാം. എന്നിട്ട് നാളെ അവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക്. ഫൈനലി 360 വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ചെറിയൊരു ട്രെക്കിംഗ്. ഈ ഒരു ചെറിയ ട്രെക്കിംഗ് പോലും എന്നെക്കൊണ്ട് വലിയ പാടായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തു. നോ ഗോയിങ് ബാക്ക്. 30 രൂപ ടിക്കറ്റ് ഉണ്ട് ഇവിടെ, എൻട്രി ഫീ. ഷാളും കച്ചവടത്തിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ജലോറി പാസ്. ഇനി ഇവിടുന്ന് തിരിച്ചെന്തായാലും മേലോട്ട് ഞാൻ കയറാനുള്ള സ്റ്റാമിനയില്ല. അതിലും എളുപ്പം ഈ റോഡ് ഇറങ്ങി താഴോട്ട് പോകുന്നത് നാർക്കണ്ടയിലേക്കാണ്. നാർക്കണ്ട, ഷിംല, അങ്ങനെ ഡൽഹിക്ക് പോകാൻ പറ്റും. ഞാൻ കേട്ടിടത്തോളം റോഡ് അടിപൊളിയാണ്, സ്പെക്ടാക്കുലർ. ചെറിയ റോഡാണെങ്കിൽ ഓടിച്ച് പോകുന്നേ ഉള്ളൂ, ഇനി ഇങ്ങോട്ട് ഇറക്കമാണ്. സോ ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. അങ്ങനെ ജലോറി പാസ് കണ്ടു. ഇനി ഇവിടുന്ന് തിരിച്ചേക്കുവാണ്. അങ്ങനെ നമ്മുടെ നിഞ്ച ഒരു പരുവായി. ചെയിൻ സ്പ്രേ അടിക്കണം. ഇനി ഇവിടെ നിന്ന് പോകണം. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ പേരാണ് സിദ്ധു. ഹിമാചലിലെ ആളുകൾ വളരെ സ്നേഹമുള്ളവരാണ് ഇവിടുത്തെ. ലോക്കൽ വില്ലേജസ്. ജലോറി പാസ് ഇറങ്ങി ഇനി താഴെ കൂടെ ഷിംല വരെ എത്തുന്നതായിരുന്നു ഡൗട്ടാണ്. നാർക്കണ്ടയിൽ എത്താനുള്ള ശ്രമമാണ്. ഇനി അങ്ങോട്ട് ഇറക്കമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് സുഖമാണ്. പ്രായം കൂടുന്നതനുസരിച്ച് സ്റ്റാമിന, ഹെൽത്ത് ഇതെല്ലാം താഴോട്ടാണ് പോകുന്നത്. അതിൻ്റെ എല്ലാം അറിയാറുണ്ട്. അപ്പോൾ ഒരു കണക്കിന് ഐ എം ലക്കി. ഐ എം 41 year old now and I started aging. അതെനിക്ക് അറിയാറുണ്ട്. അങ്ങനെ ജലോറി പാസിന് വിടാം. നൗ ടുവേർഡ്സ് ഷിംല. ഈ റോഡ് കൊള്ളാം, ഇറക്കമാണ്, നല്ല സ്മൂത്താണ്, വലിയ പ്രശ്നമില്ല. സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ തണുപ്പ് കൂടത്തേ ഉള്ളൂ. ഇപ്പോൾ പണി 4 ഈ ഒരു സർക്യൂട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കധികം സമയമില്ലാത്ത കാരണം ഞാനിങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഓരോന്ന് ചെയ്തു പോവുകയാണ്. കൂടുതലും റൈഡാണ് ഇപ്പം മിച്ചം. നല്ല ദൂരമുണ്ട്. ഇപ്പം തന്നെ ഏകദേശം 506 കിലോമീറ്റർ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു, സ്റ്റാർട്ടിങ് ഫ്രം ഡൽഹി. ഇനി ഉള്ളത് കവർ ചെയ്യാനുള്ളത് അനി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഹിമാചലിലെ ആളുകൾ, ഇവിടുത്തെ ഗ്രാമവാസികൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽസ്, യെസ്, ദേ ആർ റിയലി ഹെൽപ്ഫുൾ. നല്ല സ്നേഹമുള്ള ആളുകളാണ്. കപടതയില്ലാത്ത ആളാണ്, വക്രതയില്ല. എല്ലാവരും അല്ല, ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം അങ്ങനെയാണ്.
എന്തായാലും ഇത് കാര്യമായി ഈ ഒരു സർക്യൂട്ട്. കാരണം തിരിച്ച് ഇവിടുന്ന് ഇനി ജലോരി പാസ് ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കടന്നു പോകാന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. എനിക്ക് അത്യാവശ്യം എനിക്ക് കവർ ചെയ്യാൻ പറ്റി കാര്യങ്ങളൊക്കെ, സ്ഥലങ്ങളൊക്കെ വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ട്. കൂടുതലും ട്രക്കിംഗ് പോയിൻറ്റ്സ് ആണ്. ഈവൺ ഒരാഴ്ചത്തേക്ക് കരുതിയാൽ പോലും ശരിക്കും എന്താ പറയുക, അത് കുറവായിരിക്കും. ബിക്കോസ് ഈ ഒരു ഏരിയ അങ്ങനെയാണ്. യു ക്യാൻ സ്പെൻഡ് യുവർ ടൈം ഹിയർ. പ്രകൃതി, ഈ ഒരു ബിയാസ് നദി ഒഴുകി പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ നല്ല രസമുള്ള കാര്യം. ആളുകൾ മാസങ്ങളോളം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. നല്ല ഇറക്കമാണ്. ഹിമാചൽ ടൗൺ. ആക്ച്വലി ഞാൻ ബൈക്ക് എൻജിൻ ഓഫ് ചെയ്തു, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. ഇത് ഫുള്ളി ഇറക്കമാണ്, ഒന്നും ചെയ്യാനില്ല. വാട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാര്യം ഈ യാത്ര നല്ല ടൈമിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ബൈക്ക് ഓടിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണവും ബോഡി ഗിവിങ് അപ്പ് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ശരിക്കും. നവായ നോക്കി ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയിട്ടില്ല. കൈ മുഴുവൻ നല്ല വേദനയാണ്. റിസ്റ്റിൽ തുടങ്ങി ഫോറാം ഒരു രക്ഷയില്ലാത്ത വേദനയാണ്. അവസാനം പിന്നെ പെയിൻ കില്ലർ ബ്രൂഫിൻ കഴിച്ച് എപ്പോഴൊക്കെയോ ഉറങ്ങി. ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വാട്ട് ആൻ എക്സ്പീരിയൻസ്. ഭയങ്കര ഇറക്കമാണ്. ഒന്നും ചെയ്യല്ല, വെറുതെ ഇങ്ങനെ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. കാര്യമായി ഞാൻ ഈ റൂട്ട് തന്നെ എടുത്തത്. ഐ വാസ് തിങ്കിങ് ഇന്നലെ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോകാൻ. അതെന്തായാലും ശരിയാകത്തില്ല. റോഡ് നല്ലതായിരുന്നുണ്ടെങ്കിൽ തിരിച്ച് വന്ന ആ റോഡ് തന്നെ പിടിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു, മണാലി റൂട്ട്. പക്ഷെ റോഡ് വളരെ മോശമാണ്. നല്ല ഇറക്കമാണ്.